ലഡാക്കിൽ നടന്ന പ്രക്ഷോഭത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ആശങ്ക സൃഷ്ടിച്ചെങ്കിലും ഇന്ന് അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ലഡാക്കിന് സംസ്ഥാന പദവിയും സ്വയം ഭരണവും ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിന് ശേഷം ആളിക്കത്തുന്നത് രാഷ്ട്രീയ വിവാദങ്ങളാണ്. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ വിമർശിക്കുന്നു. സോനം വാങ്ചുക്കിന്റെ സ്ഥാപനമായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്ക് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചെന്ന ആരോപണത്തെക്കുറിച്ച് CBI അന്വേഷണം തുടങ്ങി. വാങ്ചുക്ക് ഈ വർഷം ഫെബ്രുവരി 6-ന് പാകിസ്ഥാൻ സന്ദർശിച്ചതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കോൺഗ്രസ് കൗൺസിലറാണ് അക്രമത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് BJPയുടെ ആരോപണം. കൗൺസിലർ സെപാങ്ങിന്റെ ദൃശ്യങ്ങളും BJP പുറത്തുവിട്ടു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സോനം വാങ്ചുക്ക് നിഷേധിക്കുമ്പോൾ കേന്ദ്രം വരുത്തിവെച്ചതാണ് ലഡാക്കിലെ സംഭവ വികാസങ്ങളെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ലഡാക്കിൽ സംഭവിച്ചതെന്താണ്? ആരാണ് ഉത്തരവാദി?